നമ്മുടെ ഈത്തപ്പഴത്തോട്ടാണ് ഇട്ടത്. അയ്യോ എന്ത് രസമാണെന്ന് നോക്കി, നിറച്ച് ഈത്തപ്പഴം ഉണ്ടായി നിൽക്കണേ. ഓ ഇത് നോക്കി, എന്തോരം ടൈൽസ് നോക്കി, പൊന്നേ. അയ്യോ നോക്കി, രസല്ലേ, ഡേറ്റ്സ് കേട്ടോ. ഇതൊക്കെ പഴുത്തിരുമ്പോഴല്ലോ ഭയങ്കര കറുത്തിങ്ങനെ ഇരിക്കും. കേട്ടോ എല്ലാ മരത്തിലുണ്ട് കേട്ടോ, കറുത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്ത് രസം നോക്കി. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണമെന്നറിയോ, നമുക്ക് പൊട്ടിക്കണം. പക്ഷെ ഇതിൻ്റെ അടിയിലും കുറേ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഒക്കെ വീണ് ആൾക്കാർ ചവിട്ടി നാശാക്കിയിരിക്കും. ചെയ്യാനായത് ആൾക്കാർക്ക് നടക്കുമ്പോൾ അങ്ങനെ കേട്ടോ. ഓരോ ഡേറ്റ്സിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ ഇതേമാതിരി വീണ് കിടക്കുക കേട്ടോ. ഈത്തപ്പഴങ്ങളാട്ടോ, ഓരോ മരത്തിലും ഓരോ കളറ്. ഇത് മഞ്ഞ കളർ വേണ്ട, മഞ്ഞ ഈ അപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ടോ. നമുക്കിത് മുന്നേ ഒരു മടല് പൊട്ടിക്കാട്ടോ. നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ ഭയങ്കര പാടാണ്. ഒരു മടല് പൊട്ടിച്ച് നോക്കി നോക്കാനേ കിട്ടുമത്. നോക്കി നോക്കാം അല്ലെ, നമുക്ക് പൊട്ടിച്ചു നോക്കാം എന്തായാലും. ഇതാ ശരിക്കും പിടിച്ചോ. ഓക്കെ, ഈ അടുത്തേക്ക് വന്നോ കേട്ടെ. അങ്ങനെ വലിച്ചു പിടിക്ക്, രണ്ട് സൈഡിക്കോ. കുറെ കിട്ടിയില്ല, ഇനി ഇത് കാണിച്ചു കൊടുക്കുക ചേച്ചി. ഇതേ കുറെ കിട്ടി. നമുക്ക് ഇതൊരു കവറിലേക്ക് ആക്കാം. നേരെ പിടിക്കുക. ഇതെന്താ ഈ കുട്ടി ഇങ്ങനെയൊക്കെ. ഇനി ഇത് കവറിലേക്ക് ആക്കാം. കയറി നോക്കണോ, ഞാൻ കയറി നോക്കണ. തുടര് കയറാൻ പറ്റതിന്റെ മുകളില് ആണോ? ശരിയാട്ടോ, ഇവിടെ തെറ്റൊക്കെ കയറി. എനിക്ക് കയറാൻ പറ്റില്ല, ഇത്രേ പറ്റുള്ളൂ. ഇത്രേ പറ്റുള്ളൂ അമ്മ. പിന്നെന്താ, ഇനിയൊരു കവർ പൊട്ടില്ലേ? മതിയില്ലേ? മതിയില്ലേ ജി?
എനിക്ക് 1000 പനിയുണ്ട് കേട്ടോ. അതാണ് 1000 പാം പാർക്ക് എന്നതിൻ്റെ പേര്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡേറ്റ്സ് പഴുത്തേൻ്റെത് രസമാക്കി. നോക്കി നിലത്തുനിന്ന് വീഴാത്ത സാധനം കേട്ടോ. അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് എങ്ങനെയെങ്കിലും നോക്കിയിരിക്കണ്ട. എന്ത് രസം നോക്കി, നോക്കി എന്ത് രസം. ഇതാണ്ടോ ചിന്ത ഒന്നുമില്ല, കുരു മാത്രമേ കളയുള്ളൂ. മതിയാന്നറിയാം, പഞ്ചസാരയൊക്കെ മതി. അയവ ഇത് നോക്കി, നമ്മൾ പണ്ട് ഒരു ദിവസം പൊട്ടിച്ചിരുന്നില്ലേ ആ ഡേറ്റ്സിൻ്റെ കേട്ടോ. അത് രസം നോക്കി, ഇതൊക്കെ എല്ലാവരും പൊട്ടിച്ച് താഴ്ത്ത്. പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കില്ലെങ്കിൽ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ താഴ്ത്ത് വിടുകയും ചെയ്യും. അങ്ങനെയുണ്ട്. എനിക്ക് വന്ന് കുറച്ച് കഴിയുമ്പോഴേ ഈ ഗവൺമെൻറ് വന്നിട്ട് അവർ തന്നെ ഇത് പൊട്ടിച്ചിട്ട് കൊണ്ടുപോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ആൾക്കാർക്ക് വന്ന് ഇരിക്കുമ്പോഴേ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. കാരണം ഇത് പഴുത്തിട്ടാണ്ട് ഇതാവും, ചീഞ്ഞു പോകും. അപ്പോൾ അതിലിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നോക്കി, നമ്മൾ നിൽക്കണുണ്ട് പൊന്നോ എത്തോരാ നോക്കി. നമുക്ക് ഒരു കൊല കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തേക്കായിട്ടും. നമ്മൾ ഈ കാണണമാരെയല്ല, ഇത് ഭയങ്കരമാണ്. ഓരോ കൊല്ലയിലേക്കൊരു 10-20 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതേമാതിരി നമ്മൾ ഡേറ്റ്സിൻ്റെ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം പൊട്ടിച്ചതാണ്. കുറേ ഉണ്ടായിരുന്നു. ഇതുണ്ടോ അയവാ, എന്ത് രസം നോക്കി. ചെറിയ ഈ ചെറുതിൻ്റെ ഉള്ളിൽ ചിലതിൻ്റെ ഉള്ളൊന്നും കുരില്ല കേട്ടോ. ഞാൻ ആ അച്ചാറുണ്ടാക്കിയപ്പോൾ നമ്മൾ കണ്ടത് അതിൻ്റെ ഉള്ളൊന്നും ഇല്ല. മഞ്ഞ ഡേറ്റ്സ് എല്ലാവരും നിറച്ചും ഡേറ്റ്സ് ആട്ടോ. നമ്മളിത് പൊട്ടിച്ച് തിന്നാലും അതൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. ഗവൺമെൻറ്റൊക്കെ നമ്മളെടുത്ത് പൊട്ടിച്ച് തിന്നോളാനാണ്. ഇത് നോക്കി, ഇതിൻ്റെ പോലെ നോക്കി. ഇത് 10-50 കിലോ ഉണ്ടാവും കേട്ടോ ഒരു പോലെ നോക്കി. നാട്ടിലൊക്കെ പലർക്കും പോകുമ്പോൾ കൊണ്ടുപോകും അടിപൊളിയായിട്ട്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ കൊണ്ടുപോയിട്ട് കൊണ്ട് വയ്ക്കാൻ പറ്റണതല്ലേ നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് നോക്കി നോക്കി നോക്കി. എല്ലാ ചെറിയ മരത്തിനും കൂടി ഉണ്ട് നെയ്. ഇതാ ഇതൊക്കെ നോക്കി, ഇതിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാം. നോക്കി, ഇത് ചുമന്ന ഡേറ്റ്സ്. ഇതൊക്കെ ഇതൊക്കെ ചെറിയ ഇതാണ്. ഇതൊക്കെ നമുക്ക് കൈ കൊണ്ട് എത്താവുന്നതാണ്. അടുത്തതൊക്കെ കുറേ ഉണങ്ങിപ്പോയി. കഴിഞ്ഞ വർഷം ഈ പൂക്കുല ആയി വരുമ്പോൾ തന്നെ അവർ കംപ്ലീറ്റ് വെട്ടിക്കൊണ്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഡേറ്റ്സ് അധികം കിട്ടിയിട്ടില്ല. ഇത് നോക്കി, ഇതിൻ്റെ മുഖത്ത് മുഴുവനും പഴുത്ത് നിൽക്കുകയാണേ, വീണിട്ടില്ല, പഴുത്ത് നിൽക്കുക. കണ്ട, പഴുത്ത് നിൽക്കണേ ഉള്ളൂ. എൻ്റെ അടിയിൽ പോകുമ്പോൾ കാണിച്ചു തരാം. ഒക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പം ഇരിക്കാനൊന്നും പറ്റില്ല. അതാ പ്രശ്നം. അല്ല, ഒക്കെ ഡേറ്റ്സ് വീണ് കിടക്കുന്ന നോക്കി. നമ്മൾ ചവിട്ടുമ്പോഴൊക്കെ നമ്മുടെ കാലിലൊക്കെ ഇത് ഒട്ടും ചെയ്യും. അതുകൊണ്ടാണ് ഇവർ അധിക കാലത്ത് ഇങ്ങനെ പഴുക്കുന്നത്. കുറേ സ്ഥലത്തൊക്കെ വെട്ടിക്കൊണ്ടുപോയിട്ട് നമ്മളപ്പോൾ കോർണിഷിൻ്റെ സൈഡിലൊക്കെ കുറേ വെട്ടിക്കൊണ്ടുപോയി മരക്കൊക്കെ. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, ഇത് മുഴുവൻ വെട്ടിയിട്ട് ഒരു സീസൺ ആകുമ്പോൾ ഇത് മുഴുവൻ വെട്ടിയിട്ട് എന്തിനാ പട്ടയൊക്കെ വെട്ടിയിട്ട് മുകളിലത്തെ പട്ട മാത്രം നിർത്തി വെക്കും. അതിൻ്റെ ഇടയിൽ ഒരാൾ കാലിൽ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ആരെൻ്റെ കാലിൽ വന്ന് തോണ്ടിരുന്നിട്ടോ നോക്കി. കടിക്കോ അണ്ണാനെ പേടിപ്പിച്ചാൽ നീ എന്താണ്
എന്തേ ഡേറ്റ്സ് വേണമെങ്കിൽ തരാം. എൻ്റെ വേറെ ഒന്നുമില്ല. ഇവർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. ഇവർക്ക് നമ്മൾ അടുത്ത് വന്നിട്ട് എനിക്ക് ഒരു പേടിയില്ല. കുറുങ്ങി കുറുങ്ങി ഡാ ഷാറല്ലേ? ഷാറാണോ? ഇവരൊന്നും ഒരു പേടിയില്ല ഇവരെ കിട്ടാ. നമ്മൾ ഇവരെ കണ്ട് പേടിച്ചു പോകണം. ഇവിടെ എന്താ ഒരു ദേഷ്യം. ഇത് രസമാണല്ലേ. അയ്യോ ഒരു ഉമ്മ കൊടുത്തേ, ഒരു ഉമ്മ കൊടുത്തേ. ചെയ്യണം കേട്ടോ. പച്ച പഴുക്കണേ ഉള്ളൂ. ചിലതൊക്കെ പഴുത്തു, ചിലതൊക്കെ പഴുക്കണേ ഉള്ളൂ. നമ്മൾ പൊട്ടിച്ചിടുന്ന ഡേറ്റ്സ് കേട്ടോ. നിലത്ത് വീഴാതെ നമ്മളെ ഇതിൽ ആ തുണിയിൽ നേരെ വീണതാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ തേന് മാതിരി എത്തണം. എല്ലാം ഉണ്ടോ? എനിക്ക് എന്ത് രസം നോട്ടെ. സൂപ്പർ. മധുരാന്നറിയോ? സൂപ്പറാണ്, സൂപ്പർ. ഇത് നമ്മളെന്ത് ചെയ്യും, ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇത് അതേമാതിരി ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കണം. നമുക്ക് എത്ര കാലം കഴിഞ്ഞ് വന്നാലും നമുക്ക് അതിനൊരു ഈ ഫ്രഷ്നെസ് അതിലും വരും. രസമാക്കി ഇതേമാതിരി നമ്മൾ നിറച്ച് ഇതേമാതിരി ഒരേമാതിരി ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും, കാണാനും ഭംഗിയുണ്ടാവും. അതാ ഇങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പേപ്പർ ഇതിരിക്കുമ്പോൾ കാണാനും നല്ല രസമാണ്. അപ്പം നമ്മളെ ഡേറ്റ്സ് കണ്ടോ, നമ്മളാ പൊട്ടിച്ചിടുന്ന മുഴുവൻ ഇതേമാതിരി പാത്രങ്ങളാക്കി വെച്ചിട്ടോ. ഇത് രസം കാണാന്നുണ്ടോ? കാണാനൊക്കെ നല്ല രസമുണ്ട് അല്ലേ?